നമുക്കിന്ന് ഏഞ്ചലിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകണം. എനിക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടല്ലോ ജെയിം. വരണ്ട, ഞാൻ പൊക്കോളാം. ഓക്കെ ജെയിം, ഡ്രൈവറിനെ വേണമെങ്കിൽ വിളിച്ചോ. വേണ്ട ജെടി. ജെയിം സൂക്ഷിച്ചു പോകണം കേട്ടോ. ഒരു ചിന്ന വിഷയം, നമ്മുടെ ചെടിക്കുട്ടൻ പപ്പയുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാവുന്ന ടീമില്ലാത്ത കോളേജ് ചെടിക്കുട്ടൻ പോവോ? ഇല്ല, കള്ള ചെടിക്കുട്ടൻ. ജെയിം കാത്തറീന ഇവിടെ. ഏഞ്ചലേ, എന്താ മോളെ, സുഖാണോ? നിന്റെ ചെസ്റ്റ് ചാൻ എന്ത് പറയുന്നു? ഇപ്പൊ സ്ലീപ്ലെസ് നൈറ്റൊന്നും പോവാറില്ലേ? ഒന്ന് പോടി, എന്റെ ചാൻ പാവാ. ഞാനത് സമ്മതിക്കൂല. അല്ല ജെയിം, നീ കുറച്ച് ദിവസം മുന്നേ നടന്ന കാര്യം മറന്നുപോയോ? വെള്ളി ബട്ടന്റെ കേസ്. കുഞ്ഞു മോളെ ഓർമ്മിപ്പിക്കല്ലേ. ജസ്റ്റിൻ സാർ, ഇത് ഞാനാ ഏഞ്ചല്. ഏഞ്ചലെ പറ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അത് പിന്നെ സാർ, ഞങ്ങള് ഷോപ്പിംഗ് മാളിൽ നിൽക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ജെയിം തലകറങ്ങി വീണു. ഓ ഗോഡ്, എന്നിട്ട്? ഞങ്ങളിപ്പോ സിറ്റി ഹോസ്പിറ്റലുണ്ട്. സാർ പെട്ടെന്ന് വാ, ജെയിമിനെ ഡോക്ടർ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഞാൻ എന്താ വരുന്നു. ഏഞ്ചലെ, ഡോക്ടർ വന്നോ? ഇല്ല, ഡോക്ടർ ഇതുവരെ വന്നില്ല. നീ ഡേവിനെ വിളിച്ച് പറഞ്ഞായിരുന്നോ? പറഞ്ഞു, ഡേവിച്ചൻ ഇപ്പൊ വരും. ഓ, ഏഞ്ചലും ജസ്റ്റിനും എവിടെയാണാവോ നിൽക്കുന്നത്? ഞാനിനി എങ്ങനെ കണ്ടുപിടിക്കും? ദൈവമേ, പേടിച്ചു പോയി. എന്താടി പട്ടി? ശിവനെ, ഇത് ഏത് ജില്ലേ? ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്ഡ്. നല്ല തീരുമാനം. ഒരു സഹായം ചെയ്യൂ, അവരെവിടെയാ നിക്കുന്നേന്നൊന്ന് കാണിച്ചു തരുമോ? ഡേവി അളിയ, എനിക്ക് പേടിയാവുന്നു എന്നല്ലേ? നീ ഒന്ന് ചുമ്മായിരി. ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറയാൻ പോണ ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ജെയിമിന്റെ കൂടെ വന്നവരാരാ? അപ്പൊ നമ്മൾ പറയും നമ്മളാണെന്ന്. അപ്പൊ ഡോക്ടർ പറയും കൺഗ്രാറ്റുലേഷൻസ് എന്ന്. അപ്പൊ ജസ്റ്റിൻ ചോദിക്കും വാട്ട് എന്ന്. അപ്പൊ ഡോക്ടർ പറയും ഷീ ഈസ് പ്രഗ്നന്റ്, ദാറ്റ്സ് ഓൾ. ഏഞ്ചലെ, നിനക്ക് വിധവാ പെൻഷൻ വാങ്ങിക്കണോ ഇപ്പൊ തന്നെ? അങ്ങണ്ടെങ്കിൽ ഈ പൊട്ടനോട് മിണ്ടാണ്ടിരിക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ വാല് മണ്ണ് വാരിയിടും. മോനെ ജസ്റ്റിക്കുട്ടാ, അഥവാ ഡോക്ടർ അങ്ങനെയാണ് പറയുന്നെങ്കിൽ നിന്നെ ഞാൻ പഞ്ഞിക്കിടും. ഓക്കെ, സെറ്റല്ലേ? കർത്താവേ, പെട്ട്. റൈറ്ററേ പട്ടി. നിങ്ങളല്ലേ ജെയിം കാത്തറീനയുടെ കൂടെ വന്നവര്? യാ ഡോക്ടർ, ജെയിമിന് എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല, ഷീ ഈസ് പ്രഗ്നന്റ്. നിനക്ക് നേരത്തെ ജെയിമിനോട് ചോദിക്കാനുള്ള ഉത്തരം കിട്ടിയാലോ? കിട്ടി. മോനെ ജസ്റ്റിക്കുട്ട, സുഖാണല്ലോ അല്ലേ? ആടാളിയ, പരമ സുഖം. നിനക്കോ? പിന്നെ എനിക്ക് ഭയങ്കര സുഖം. എനിക്കൊരാളെ തട്ടാനുള്ള സുഖവും കൂടെ ഉണ്ട്. എടാ, അത് വേണോ? നിന്റെ പെങ്ങള് വിധവയായി പോവും. ഓ കുഴപ്പമില്ല, അത് ഞാനങ്ങ് സഹിച്ചു. എന്തുവാടാളിയ, ഒന്നുമില്ലെങ്കിലും ഞാൻ വീണ്ടും ഫാദർ ആകാൻ പോകുന്നില്ലേ? നീ പള്ളിയിലെ ഫാദറും ആവാൻ പോണാ? എടാ, നീ ഇനി തగ్గടിച്ച് തല അടിച്ച് ഞാൻ പൊട്ടിക്കും, നോക്കിക്കോ. പോടാ, നീ പോടാ. ജെയിമിന്റെ ഹസ്ബൻഡിനെ ഡോക്ടർ ക്യാബിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ സിസ്റ്റർ, ഞാൻ ഇപ്പൊ വരാം. ഡോക്ടർ എന്തിനാ വിളിച്ചത്? ജെയിമിന് വല്ലോ? എടോ, താൻ ടെൻഷൻ ആവില്ലേ? ഞാൻ പറയാൻ പോണ കാര്യം സീരിയസ് ആയി എടുക്കണം. എന്താ ഡോക്ടർ, കാര്യം പറയും. മിസ്റ്റർ ജസ്റ്റിൻ ഡേവിഡ്, ജെയിമിന്റെ ബോഡിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ശേഷിയില്ല. സോ അഥവാ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒന്നിൽ കുഞ്ഞല്ലെങ്കിൽ ജെയിം, പിന്നെ എന്തെങ്കിലും മിറാക്കിളുകൾ സംഭവിച്ച് രണ്ടുപേരെ രക്ഷിക്കാൻ പറ്റും. ഡോക്ടർ എടോ, താനിപ്പോൾ ഒന്നും പറയണ്ട, ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ജെയിം ഉറങ്ങാണോ? പാവം, ഉറങ്ങട്ടെ. ജസ്റ്റ് ചായ. നീ കരയില്ലേ ജെയിം, പ്ലീസ്. എടി, നമുക്ക് ഈ കൊച്ചിനെ വേണ്ടടി. ഇല്ല, എനിക്ക് വേണം. ജസ്റ്റ് ഇറ്റ്സ് യുവർ ബ്ലഡ്, മൈൻഡ് ഇറ്റ്. എനിക്കറിയാം ജെയിം, ബട്ട് എനിക്ക് നീയാണ് വലുത്. യു ആർ മൈ ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ കൊച്ചിനെ നമുക്ക് വേണം. ഇത് ജെയിം, എനിക്ക് നിന്നെ വേണം. നിന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് എനിക്ക് ഒന്നും വേണ്ട. ജസ്റ്റ് ചായ പ്ലീസ്. ജെയിം, നീ റയാനെ കുറിച്ച് ആലോചിക്ക്. പ്ലീസ്, എനിക്ക് വേണം ഈ ബേബിനെ. അതുകൊണ്ട് നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കണമെന്നോ? നോ, നെവർ. ഐ വാണ്ട് യു. ഞാൻ മരിക്കാന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ലല്ലോ, പിന്നെന്താ? ജെയിം, എനിക്ക് നിന്റെ ജീവിതം വെച്ച് റിസ്ക് എടുക്കാൻ വയ്യ. ജെയിം, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. പ്ലീസ്, ഇത് നമ്മുടെ ബേബിയല്ലേ. ഓക്കെ ഫൈൻ, നീ കരയില്ലേ? നമുക്ക് വീട്ടിൽ പോവാം, വാ. ജെയിം, നീ കരയില്ലേ? മോളെ ജെയിം, എന്തു പറ്റിയിടി? ജെയിം, നീ റൂമിൽ പൊക്കോ. മമ്മി, ഞാൻ പറയാൻ കാര്യം. മമ്മി, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? മോനെ ജെടി, ഒരു കൊച്ചിനെ കളയാന്ന് വെച്ചാൽ അത് വളരെ വലിയ തെറ്റാണ്. സോ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാം ശരിയാവും, നീ വിഷമിക്കണ്ട. ഓക്കെ മമ്മി. ജെയിം, അവനോടൊന്നും പറയണ്ട. ബേബി, പപ്പ ഐസ്ക്രീം വാങ്ങി താഴെയുണ്ട്, മോൻ പോയി കുടിച്ചോ. അതെന്ത് വേണ്ടാത്ത?
ആഹാ കൊള്ളാലോ. മമ്മിക്ക് ഞാൻ വേറെ കൊടുക്കാം, മോൻ പോയി കുടിച്ചോ. കൊടുക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ മമ്മി കഴിച്ചിടും. ഓക്കേ കുരുട്ടെ നിക്കടാടാ. ബൈ ബൈ, ഞാൻ പോയി. ചെയ്യുമ്പാ പോയി ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട, ജേഡി പോയി കഴിച്ചോ. പറ്റൂല ചെയ്യും, വന്ന് കഴിക്കാൻ നോക്കി, എന്റെ കൊച്ചും കൂടെ ഉള്ളതാ. ദാ വരുന്നു. ചെയ്യും കഴിക്കൂ. ജേഡിയും കഴിക്കും. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. അപ്പൊ ഞാനും കുറച്ച് ഉറങ്ങട്ടെ. ഞാൻ എണീക്കുന്നതിന് നെക്സ്റ്റ് എപ്പിസോഡ് വരും. അപ്പം ഓക്കെ, ടാറ്റ ബൈ ബൈ.